വഖഫ് അതിൽ തന്നെ ഒരു ഇസ്ലാമിക ജൂറിസ്പ്രുഡൻസിൻ്റെ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊരു ഇസ്ലാമിക ശരീഅത്ത് നിയമത്തിൻ്റെ ഭാഗമാണ് വഖഫ് എന്ന് പറയുന്നത്. അത് എങ്ങനെ ഈ ഇന്ത്യയിലെ പൊതുസമൂഹത്തിൻ്റെ മേൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ നിയമം അടിച്ചേൽപ്പിക്കാൻ സാധിക്കുമോ? അത് ഉത്തരം പറ. അത് സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ MP-മാർക്ക് ഓരോ വിഷയത്തിലും വിപ്പ് നൽകാറുണ്ട്. ഇപ്പോൾ കത്തോലിക്ക സഭ MP-മാർക്ക് വിപ്പ് നൽകി തുടങ്ങിയ. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ. കത്തോലിക്ക സഭ MP-മാർക്ക് വിപ്പ് നൽകുകയല്ല, ഈ നാട്ടിലെ തിരഞ്ഞെടുക്കപ്പെട്ട MP-മാരോട് അഭ്യർത്ഥിക്കുകയാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട ഒരു ബില്ല് അതിനനുകൂലമായിട്ട് വോട്ട് ചെയ്യണമെന്ന് ഈ നാട്ടിലെ പൊതുസമൂഹത്തിന് വേണ്ടി കത്തോലിക്ക മെത്രാൻ സമിതി അറിയിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതിലൊരു മുന്നറിയിപ്പിന്റെ സ്വഭാവമുണ്ടല്ലോ. കാലാകാലങ്ങളായി, ഇന്നിപ്പോൾ ദീപികയുടെ മുഖപ്രസംഗത്തിൽ പറയുന്നത് കാലാകാലങ്ങളായി ചില സമുദായങ്ങളുടെ വോട്ട് ഞങ്ങൾക്കുള്ളതാണെന്നും മറ്റു ചിലരുടേത് അങ്ങനെ അല്ലെന്നുമുള്ള കാഴ്ചപ്പാടുണ്ട്. അത് എല്ലാ കാലത്തും അങ്ങനെ ആയിരിക്കില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ മാറും എന്ന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അതിനൊന്നും ഇല്ലേ, വേണ്ടി വന്നാൽ മാറേണ്ടി വരുമല്ലോ. കാരണം ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആര് പ്രവർത്തിക്കുന്നു, ആര് അനുകൂലമായി നിൽക്കുന്നു എന്ന നിർണായകമായൊരു തീരുമാനമാണ് ഈ ബില്ലിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുന്നതിലൂടെ സംജാതമാകാൻ പോകുന്നത്. 100% ഞാൻ യോജിക്കുന്നു. സഭ പറഞ്ഞതും കരയോഗം പറഞ്ഞതും അനുസരിച്ചൊക്കെ MP-മാർക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പറയുന്നത് പോലെ വോട്ട് ചെയ്തില്ലെങ്കിൽ അവർ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ BJP-യുടെ ഒപ്പം പോകും, അല്ലെങ്കിൽ BJP-ക്ക് പിന്തുണ നൽകും എന്നുള്ളതാണല്ലോ സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു സമ്മർദ്ദത്തിൽ അവരെ പെടുത്തിയാൽ അവർക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. പാർട്ടിയുടെ വിപ്പ് ലംഘിച്ച് നാളെ ഒരു MP വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ പാർലമെന്ററി പാർട്ടിയിൽ ഉണ്ടാവുമോ, കോൺഗ്രസിൽ ഉണ്ടാവുമോ? എങ്ങനെ പറ്റും? ഈ നടക്കാത്ത കാര്യം പറഞ്ഞ് എന്തിനാണ് ഈ MP-മാരെ സമ്മർദ്ദത്തിലാക്കുന്നത്? ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിലെന്തോ കൈയുണ്ട്. അഭിലാഷ് സാറേ, ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ നാട്ടിലെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് ഒരു പാർട്ടി ഒരു തീരുമാനമെടുത്താൽ ആ പാർട്ടിയിലെ MP-ക്ക് അത് അനുകൂലിക്കാൻ സാധിക്കുമോ? ഈ നാട്ടിലെ ഭരണഘടനയ്ക്ക് അനുസരിച്ച് വേണ്ട ആ MP പ്രവർത്തിക്കുവാൻ? അങ്ങനെ പറയരുത്. ഇപ്പൊ കത്തോലിക്ക സഭയ്ക്ക് കേരളത്തിൽ ഒരുപാട് സ്വത്തുക്കളുണ്ട്, കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലുമുണ്ട്. ഈ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും മറ്റു മതത്തിൽപ്പെട്ട ഒരു പ്രതിനിധിയെ, മറ്റു മതവിശ്വാസിയെ അതിലേക്ക് ഗവൺമെന്റ് നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിച്ചാൽ എന്തായിരിക്കും താങ്കളുടെ പ്രതികരണം എന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം എന്നുണ്ട്. KS അരുൺകുമാർ സാർ പറഞ്ഞതിന് എനിക്കൊരു മറുപടി പറയാനുണ്ട്. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. താങ്കൾ ഒരു വിഷയത്തെ മറ്റൊരു വിഷയമായിട്ട് കൂട്ടിക്കലർത്തരുത്. താങ്കൾ പറഞ്ഞു ക്രൈസ്തവ സഭയുടെ വസ്തുക്കളുടെ മേൽ ഗവൺമെൻറ് ഒരു അവകാശം ഉന്നയിച്ചാൽ, ഇതുപോലെ അവകാശം ഉന്നയിച്ചാൽ എന്ത് ചെയ്യും? പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളുടെ CPM-ന് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്വത്തുക്കളെ കുറിച്ച് നിങ്ങൾ അവിടെ പറയണം. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ക്രൈസ്തവ സഭയ്ക്ക് സ്വത്തുക്കളുണ്ടെങ്കിൽ അത് ന്യായമായ സ്വത്തുക്കളാണ്. ഇവിടെ വഖഫ് ബോർഡ് ആവശ്യപ്പെടുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് ഇസ്ലാമിക മഹല്ലുകളുടെ സ്വത്തല്ല. നമ്മൾ ആടിനെ പട്ടിയാക്കുന്ന പോലെ പറയരുത്. അതല്ല ഉദ്ദേശം. ഇസ്ലാമിക മഹല്ലുകൾക്കുള്ള സ്വത്തുക്കളുടെ മേലോ അല്ലെങ്കിൽ മോസ്കുകൾക്ക് മേലോ ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ല. ഇവിടെ പറഞ്ഞത് എന്താണ്? വഖഫ് ബോർഡിന് കിട്ടുന്ന ആരെങ്കിലും ദാനം ചെയ്ത വസ്തുക്കളെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് ഈ നാട്ടിലൊരു നിയമമുണ്ട്, അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. 100% ഞാൻ യോജിക്കുന്നു. സംഘപരിവാറിന് അനുകൂലമായി കേരളത്തിലെങ്കിലും ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന് പോലും കോൺഫിഡൻസ് നൽകുന്ന ഒരു സമീപനം കത്തോലിക്ക സഭയിൽ നിന്നുണ്ടായി എന്നുള്ളത് നിരാശാജനകമാണ്, വഞ്ചനാത്മകമാണ്. സഭയ്ക്ക് തന്നെ, ക്രിസ്ത്യൻ സമൂഹത്തിന് തന്നെ ആത്മഹത്യാപരമായ നിലപാടാണ് പറയാൻ ഞാൻ. നീയാണല്ലോ കോടതി, ഓടാമയിലേ. ഈ നിയമം എങ്ങനെ മുനമ്പത്തിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. ഇവിടെ എന്താണ് ഭരണഘടനാ വിരുദ്ധമായ കാര്യമെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. വഖഫ് നിയമം ഇപ്പോൾ ഉള്ളത് ഭരണഘടനാ വിരുദ്ധം തന്നെയാണ്. കാരണം ഈ നാട്ടിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് അനുസരിച്ച് ആർട്ടിക്കിൾ 300A അനുസരിച്ച് ഒരാളുടെ വസ്തു നഷ്ടപ്പെടണമെങ്കിൽ 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, കോടതി വ്യവഹാരത്തിലൂടെ തീർപ്പ് കൽപ്പിച്ചെങ്കിൽ മാത്രമേ അതിന് എടുക്കാൻ പറ്റുകയുള്ളൂ. 2, ഗവൺമെൻറ് അത് ഏറ്റെടുക്കുകയാണെങ്കിൽ അതിന് കൃത്യമായ റെമ്യൂണറേഷൻ കൊടുക്കണം. ഈ 2 കാര്യങ്ങളും ഈ വഖഫ് ബില്ലിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ വഖഫ് നിയമം അനുസരിച്ച് നടക്കുന്നില്ല. ആരുടെ സ്ഥലവും ആർക്കും വഖഫാണെന്ന് പറയുകയും അതിന്മേൽ അവകാശം ഉന്നയിക്കാൻ സാധിക്കുകയും ചെയ്യും.
അത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ വഖഫ് അതിൽ തന്നെ ഒരു ഇസ്ലാമിക ജൂറിസ്പ്രുഡൻസിൻ്റെ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊരു ഇസ്ലാമിക ശരീഅത്ത് നിയമത്തിൻ്റെ ഭാഗമാണ് വഖഫ് എന്ന് പറയുന്നത്. അത് എങ്ങനെ ഈ ഇന്ത്യയിലെ പൊതുസമൂഹത്തിൻ്റെ മേൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ നിയമം അടിച്ചേൽപ്പിക്കാൻ സാധിക്കുമോ? ഞാൻ പറയുന്ന ക്രിസ്ത്യാനികളുടെ നിയമം കാനൻ ലോയാണ്. ഈ കാനൻ ലോ ഇവിടുത്തെ ഇന്ത്യൻ പൊതുസമൂഹത്തിന് മേൽ ഒരു കാരണവശാലും അടിച്ചേൽപ്പിക്കാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ ഹൈന്ദവ നിയമങ്ങൾ ഇവിടുത്തെ സമൂഹത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഈ ഇസ്ലാമിക നിയമമായ ശരീഅത്തിൻ്റെ ഭാഗമായ ഈ നിയമങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മേൽ ഒരു കാരണവശാലും അടിച്ചേൽപ്പിക്കാൻ സാധിക്കുകയില്ല. പിന്നെ ഈ ട്രൈബ്യൂണൽ എന്ത് നിയമത്തിലാണ് ഒരു വസ്തു വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ത് റൂൾസ് അനുസരിച്ചാണ് അവർ തീരുമാനിക്കുന്നത്? ഭരണഘടനാ വിരുദ്ധതയെ എങ്ങനെയാണ് നമുക്ക് എതിർക്കാൻ സാധിക്കുന്നത്? ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യൻ ഭരണഘടനയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ BJP, കോൺഗ്രസ്, മാർക്സിസ്റ്റ് എന്നൊന്നല്ല പറയേണ്ടത്. ഇവിടെ ഒരു പാർട്ടിയുടെ MP എന്നൊന്നും ഉള്ളതുമല്ല പ്രശ്നം. ഇന്ത്യൻ ഭരണഘടനയ്ക്കാണ് ഇന്ത്യ മഹാരാജ്യത്ത് പ്രാധാന്യമുള്ളത്. ആ ഭരണഘടനയ്ക്ക് മുകളിൽ മറ്റൊരു നിയമവും ഇവിടെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ഞാൻ തെറ്റാണ് പറയുന്നതെങ്കിൽ എന്നെ തിരുത്തുക. 100% ഞാൻ യോജിക്കുന്നു. ഒരു മതത്തിൻ്റെ നിയമം അല്ല ഇവിടെ ഭരിക്കേണ്ടത്, ഇവിടെ ഇന്ത്യയുടെ ഭരണഘടനയാണ് ഭരിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ സെക്ഷൻ 2 പ്രകാരം ഇതിൻ്റെ ഈ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും. അതിനാൽ എൻ്റെ സഹോദരങ്ങളെ വിഷം കുത്തി നശിപ്പിക്കാൻ തുനിയുന്നവർ ആരായാലും അവരുടെ മേൽ അശനിപാതം പോലെ ഞാൻ പ്രഹരമേൽപ്പിക്കും. സെക്ഷൻ 40 എടുത്തു കളഞ്ഞിരിക്കുകയാണ് അവിടെ. അതിനെതിരെ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഈ രാജ്യത്ത് ഏത് വസ്തുവും തട്ടിയെടുത്ത് വഖഫിൻ്റെ സ്വത്താക്കുന്നത് തടയാനാണ് ഒരു ഭേദഗതി അവിടെ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഈ രാജ്യത്തെ പൗരൻ്റെ ഭരണഘടനാപരമായ സ്വത്തവകാശം സംരക്ഷിക്കപ്പെടണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിലെന്താണ് തെറ്റുള്ളത്? അത് തിരുത്തപ്പെടേണ്ടതല്ലേ? 100% ഞാൻ യോജിക്കുന്നു. ഏറ്റവും വലിയൊരു കാര്യം, ഇപ്പോൾ ഇവിടെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി ഇവരെല്ലാം ശ്രമിക്കുന്നത് ഒരു ഭീതി പരത്താനാണ്. നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ല. ഇപ്പോൾ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതാണ് ഇത് കുറേ കാലമായി തുടങ്ങിയിട്ട്. ന്യൂനപക്ഷ ഐക്യത്തിൻ്റെ പേരിൽ ഇവിടെ എന്തുമാകാം. മാത്രമല്ല 10-11 വർഷമായി, 11ാമത്തെ വർഷമാണ് നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം വന്നു. ഇവിടെ എല്ലാവരും കിടന്ന് തുള്ളിയില്ല. എന്ത് സംഭവിച്ചു? ഈ രാജ്യത്തൊന്നും സംഭവിച്ചില്ല. ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾക്കെതിരെയുള്ള വലിയ കടന്നുകയറ്റമായി നരേന്ദ്രമോദി എന്ന കിരാതൻ ഇവിടെ എന്തോ കാണിച്ചു കൂട്ടാൻ പോകുന്നു പറഞ്ഞ് ഇവിടെ എന്താ ഒന്നും സംഭവിച്ചില്ല. ഇവിടെ പൗരത്വ ഭേദഗതി നിയമം അനുസരിച്ച് ഏറ്റവും അധികം പൗരത്വം ലഭിച്ച ഒരു ഇസ്ലാം സഹോദരനാണ്. ഇപ്പോൾ ഇവിടെ കുറേ കാലമായിട്ട് പറഞ്ഞ് പേടിപ്പിക്കുക ചർച്ച് ആക്ട് കൊണ്ടുവരാൻ പോകുന്നു. ഏതെങ്കിലും കാലത്ത് എവിടെയെങ്കിലും BJP ചർച്ച് ആക്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഞാനൊരു ക്രൈസ്തവനാണ്, ഞാൻ BJPക്കാരനായ ഒരു ക്രൈസ്തവനാണ്. എനിക്കറിയാം എൻ്റെ പ്രസ്ഥാനം എങ്ങനെയാണ് എന്നോട് പെരുമാറുന്നതെന്ന് സംബന്ധിച്ചും ഇവിടുത്തെ ഇസ്ലാം സഹോദരങ്ങളോടൊപ്പം എങ്ങനെ പെരുമാറണമെന്നും എൻ്റെ പാർട്ടി എന്നോട് കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് എങ്ങനെ വേണം, എല്ലാവരെയും ചേർത്ത് നിർത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. നരേന്ദ്രമോദി ഞങ്ങൾക്ക് പ്രത്യേകം തന്നിട്ടുള്ള നിർദ്ദേശം ഞങ്ങൾ പാർട്ടിയുടെ എല്ലാവരും, പ്രത്യേകിച്ചും ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൂടെ നിർത്തും. ഞങ്ങളുണ്ട്. ഒത്തില്ല ആ മൂപ്പിൽ ഒപ്പിക്കാൻ നടക്കുക. താടിക്ക് നീ പിടിക്കുക, പീടിക്ക്. ഞാൻ പോകുന്നു. ബൈ.